പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്നതിന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വലിയ രീതിയിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളെ അധികം കുറ്റപ്പെടുത്തേണ്ടെന്നാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. SIR വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി, ആഗോള അയ്യപ്പ സംഗമം, ജാതി സമവാക്യം, ഇതിലൂടെയൊക്കെയാണ് ചർച്ചകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും തിരിച്ചറിഞ്ഞോ എന്തുകൊണ്ട് തോറ്റു എന്ന്? എന്തുകൊണ്ട് തോറ്റു? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ CPM-ന് കഴിയുന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന് നമ്മളോട് ചോദിച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റില്ല. CPM-ൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് പോലും അറിയില്ല എന്താ തോറ്റു എന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടന്ന് തെരഞ്ഞെടുപ്പിലും തോൽവിയുടെയും കാരണങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്ന ഇതാണ്, CPM-നോട് അതിശക്തമായിട്ടുള്ള വെറുപ്പുണ്ട് ജനങ്ങൾ. വെറുക്കുന്നു ജനങ്ങൾ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വാർത്ത CPM-നെതിരെ വന്നാൽ അത് കാണാനായിട്ട് ആളുകൾക്ക് താല്പര്യം കൂടുതലാണ്. ഇപ്പോഴും ഭരണത്തിൽ നിന്ന് അവർ പുറത്തു പോയിട്ട് പോലും അവരോടുള്ള വെറുപ്പ് അടങ്ങിയിട്ടില്ല. അത് അവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ആദ്യം തന്നെ അവർ ചെയ്യേണ്ടത് അവരുടെ ന്യായീകരണ തൊഴിലാളികളെ മുഴുവനും പിരിച്ചു വിടണം. സൈബർ പോരാളികളെ നിശബ്ദമാക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ CPM-നോടുള്ള വെറുപ്പില്ലാണ്ടാവും. വളരെ ലളിതമാണ് കാര്യം. ഇതെന്താ ഇവർക്ക് മനസ്സിലാവാത്തതെന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിൻ്റെ ഒരു വിശകലനം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് CPM-ൻ്റെ തോൽവി അനർഹമായ തോൽവിയാണ് എന്നാണ്. അനർഹമായ തോൽവിയാണ് എന്ന് അദ്ദേഹം എഴുതിയത് അദ്ദേഹം സത്യസന്ധമായി തന്നെയാണ് എഴുതിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം M. സ്വരാജ് ഇപ്പോഴും വിശ്വസിക്കുന്നത് CPM-നെ ജനങ്ങൾ പരാജയപ്പെടുത്തിയത് ജനങ്ങൾക്ക് പറ്റിയ തെറ്റുകൊണ്ടാണ് എന്നാണ് സ്വരാജ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. സത്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള സ്വരാജിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം ശരിക്കും അങ്ങനെ വിശ്വസിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമല്ല. അദ്ദേഹം അങ്ങനെയാണ് കരുതുന്നത്. അതാണ് പല നേതാക്കളുടെ സ്ഥിതി എന്നുള്ളത്. ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചുറ്റുപാട് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കും. ഇറ്റ്സ് ആൻ ഐസൊലേറ്റഡ് കമ്പാർട്ട്മെൻറ്റ് എന്നാണ് ഞാൻ കണക്ക്. ജനങ്ങളിൽ നിന്ന് വളരെ അകന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഐസൊലേറ്റഡ് ഫ്രം ദ സൊസൈറ്റി. സമൂഹത്തിൽ നിന്ന് മറ്റും ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ സമൂഹത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സമൂഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് 20 അംഗങ്ങളുള്ള ഒരു പഞ്ചായത്ത്, അവിടെ ഒരാൾ മാത്രം ജയിക്കുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും തോറ്റുപോയി. പക്ഷേ 10-40 വർഷമായിട്ട് എന്ത് ചെയ്യാണ്? CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ എങ്ങനെ ഒരാൾ മാത്രം CPM-ൻ്റെ ജയിക്കുകയും ബാക്കി എല്ലാവരും തോറ്റുപോകുക? അത് സഹാക്കൾക്ക് ആർക്കും മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവുന്നില്ല. ഈ മനസ്സിലാകായികയാണ് എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ ഉത്തരം. അതായത് ജനങ്ങളെ അത്രമാത്രം വെറുപ്പിക്കുന്നു ജീവിതശൈലി. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? അതിന് മാവോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ മനസ്സിലും ഹൃദയത്തിലും കൊണ്ടു നടക്കേണ്ട, ജനങ്ങളെ കേൾക്കണം. ജനങ്ങളെ നിങ്ങൾ കേൾക്കണം. ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അങ്ങനെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ M. സ്വരാജിന് മനസ്സിലാവും എന്തുകൊണ്ട് CPM തോറ്റു എന്ന്. അപ്പം ജനങ്ങൾ കേൾക്കാൻ തയ്യാറില്ലാത്ത ജനങ്ങൾക്ക് മേൽ ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങളിങ്ങനെ ചെയ്തു പറഞ്ഞ കേട്ടാൽ മതി. അതിൻ്റെ പ്രതിഫലനമാണ് പിണറായി വിജയൻ ഒരു സഖാവ് ചോദ്യം ചോദിച്ചപ്പോൾ ആ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അതല്ലാണ്ട് അതൊരു പിണറായി വാചകമല്ല. ഇവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് പിണറായി വാചകം. പിണറായി വാചകമല്ല അത്. കേരളത്തിലെ എല്ലാ സഹാക്കളും ഇങ്ങനെയാണ് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് എന്തു പറയാൻ എന്നാണ്
സാധാരണ സഹാക്കളും നാട്ടുകാരും പറയണം. അവരായി അവരുടെ പാടായി അവർ നടന്നോട്ടെ. അതുകൊണ്ട് അവരങ്ങനെ തോൽപ്പിച്ചു വിടുന്നു. മറ്റവരെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടല്ല അത് സംഭവിക്കും. ഇവർക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, തോൽപ്പിച്ചാലേ മനസ്സിലാവുള്ളൂ. 10 വർഷം ഭരണത്തിലിരുന്നതിന്റെ ആലസ്യത ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഭരണകാലത്തിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു? മഹിളാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നു? ഇല്ല. SFI പ്രവർത്തിച്ചിരുന്നു? മര്യാദ ഇല്ല. DYFI പ്രവർത്തിച്ചിരുന്നു? ഇല്ല. CITU അത് നാട്ടിലുണ്ടോ? കർഷക തൊഴിലാളികളുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ആകെ NGO യൂണിയനും അതുപോലെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സാധനം, ആ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവർ സർക്കാർ ജീവനക്കാരാണ്. അവർക്ക് പല പരിപാടികളും ജോലികളൊക്കെ ഉണ്ട്. അവരുടെ സ്ഥലം മാറ്റം, അവരുടെ ഇരിപ്പിടം, പ്രൊമോഷൻ, അങ്ങനെയുള്ള മേഖലകളിൽ മാത്രമാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതല്ലാണ്ട് ബഹുജന സംഘടനകളിലൊന്നും തന്നെ പ്രവർത്തനങ്ങളില്ല. അവരൊക്കെ എന്ത് ചെയ്തു? നിർജീവമായി. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു സ്ഥലത്തും പാർട്ടി പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആളുകൾ പോലും ഇല്ലാതെ, ആളുകളില്ല. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടക്കുകയാണെന്ന് വിചാരിക്കും. ഒരു മരണം തന്നെ നോക്കുക. അവിടെ വരുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ സഹാക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. സഹാക്കളുടെ നേതാക്കളുടെ എണ്ണം അത് നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഒരു നേതാവിനെയും കാണുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ നോക്കുമ്പോൾ വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം CPM-നെ പ്രതിനിധാനം ചെയ്ത് ഓരോ കാര്യങ്ങളിലും വരുന്നുള്ളൂ എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. ആ അവസ്ഥ ഇപ്പോൾ ശരിക്കും തുറന്നു കാട്ടപ്പെട്ടിരിക്കും. ഇവർക്കെവിടെ നേതാക്കൾ? കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇടതുപക്ഷത്ത് 35 പേരുണ്ടല്ലേ? അതെ. 35 പേരിൽ നിയമസഭയിൽ പ്രഗത്ഭമായി സംസാരിക്കാൻ കഴിവുള്ള ശേഷിയുള്ള ആരുണ്ട്? ആരുമില്ല. പിണറായി വിജയൻ എന്തുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചാൽ മറ്റാരുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പിണറായി അല്ലാതെ മറ്റാരും ഇല്ലാതാക്കിയതല്ലേ? ഇല്ലാതാക്കിയതാണ് എന്ന് തിരിച്ചറിവ് വേണ്ടേ? ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ പിണറായി ഇല്ലാതായാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. പിണറായി ഇല്ലാതായാൽ എവിടെ ഇവരെന്ത് ചെയ്യും? ഈ പിണറായി ഇപ്പൊ നിയമസഭയിൽ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആവും മാറും. അവർ സംസാരിക്കും. അവർ 3 വലിയ നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ആരുമില്ല. ആരെങ്കിലും വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിപ്പിക്കാമായിരുന്നല്ലോ. കുറച്ച് സീറ്റുകളിൽ നിന്ന് ജയിച്ചു വന്ന പല സ്ഥലത്തും അങ്ങനെയുള്ള ആളുകൾ ജയിപ്പിക്കാമായിരുന്നത്. സ്വരാജ്, നമ്മളിപ്പോൾ വിമർശിച്ച സ്വരാജ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിയമസഭയിലുള്ള പ്രകടനമാണ്. അതുകൊണ്ട് സ്വരാജിനെ എവിടെയെങ്കിലും നിർത്തി ജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിടണമായിരുന്നു. പ്രതിപക്ഷ നേതാവാക്കായിരുന്നു. ആ പ്രതിപക്ഷ നേതാവാകുന്നതിനും യോഗ്യൻ തന്നെയാണ്. നന്നായിട്ട് സംസാരിക്കും, എതിരാളികളെ ഇരുത്തും, അതൊക്കെയാണല്ലോ ആവശ്യം. അങ്ങനെയുള്ള ആളുകളെ അതിനെ വിടുക, ആ പണിക്ക് വിടുക. അല്ലാണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് സ്വരാജ് കൊള്ളുകയില്ല. എന്നാൽ സ്വരാജ് വളരെ ഭംഗിയായി പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ നിയമസഭയിൽ പ്രവർത്തിക്കും. നിയമസഭയിൽ കിടിലം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ ഓരോരുത്തർക്ക് കഴിവെന്താണെന്ന് നോക്കി അങ്ങോട്ട് അവരെ നിർവഹണത്തിന് വിടുക എന്ന് പറയുന്ന ചുമതലയാണ് പാർട്ടി ഇതുവല്ലതും ചെയ്യുന്നുണ്ട്? ഇല്ലല്ലോ. പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ആളുകളും തോൽപ്പിച്ച് വഴിയിൽ ഉപേക്ഷിപ്പിച്ചു. അല്ല, ഇപ്പോഴത്തെ പ്രവൃത്തി ഉണ്ടല്ലോ, ഇപ്പം നടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പല പ്രവൃത്തികൾ കാണുമ്പോഴും വളർന്നു വരണമെന്ന് ഇവർക്ക് യാതൊരു താല്പര്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പൊതുവെ കാണുന്നത്, നമ്മൾ വെറുതെ ഇരുന്ന് ഇത് ചർച്ച ചെയ്യണമെന്നല്ലാണ്ട് CPM-കാർക്ക് ഒരു താല്പര്യമില്ല. CPM-ന് തിരിച്ചു വരണമെന്ന് എന്തെങ്കിലും താല്പര്യം CPM-ന് ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ഈ നടക്കുന്ന മുഴുവൻ വെക്കറികൾ, ED KD, അവിടെ കുറേ ബഹളമൊക്കെ ഉണ്ടായി. അതുകൊണ്ടൊന്നും തിരിച്ചു വരാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. തിരിച്ചു വരാൻ ഒറ്റ മാർഗമാണ് CPM-നുള്ളത്. CPM-ന്റെ ഒരു പൊളിറ്റിക്സ്, ഇടതുപക്ഷ രാഷ്ട്രീയം, അതിൻ്റെ ഒരു ധാർമ്മികത,
സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം. കോൺഗ്രസിനും കുറ്റം പറയണ്ട, ബി ജെ പിനെയും ഒന്നും പറയണ്ട. അവർക്കാകെ ചെയ്യാവുന്ന കാര്യം, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ മധ്യവർഗികൾക്ക് വരെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തും എന്ന് മാത്രം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഇവർക്ക് തിരിച്ചു വരാം. അതല്ലാണ്ട് കോൺഗ്രസിനെ തെറി വിളിക്കാൻ നടന്നിട്ടോ സതീശനെ തെറി വിളിക്കാൻ നടന്നിട്ടോ ഒരു കാര്യമില്ല. ബി ജെ പിനെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, മോദിനെ തെറി വിളിച്ചിട്ട്, ഇതല്ല ഇവരുടെ ജോലി. ഇവരുടെ പൊളിറ്റിക്സ്, അതിൻ്റെ ഐഡൻറ്റിറ്റി അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ രാഷ്ട്രീയ പ്രവർത്തനം സമൂഹത്തിൽ നടത്തിയാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട, അവർക്ക് തിരിച്ചു വരാം. പക്ഷെ അങ്ങനെ വിഷനറി ആയിട്ടുള്ള ആരാണ് അതിലുള്ളത്? ഇല്ലെങ്കിൽ നിർത്തിപ്പോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിണറായി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ എല്ലാവരും, പിണറായിക്ക് ഇപ്പൊ തന്നെ നല്ല പ്രായമായല്ലോ. അല്ലേ, നമ്മളെ പലപ്പോഴും മോശമായിട്ടൊക്കെ പറയാനുള്ളത് എനിക്ക് ശേഷം പ്രളയം ആ രീതിയിൽ പരുവത്തിലാക്കിയോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം.